ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ശില്പശാല നടത്തിയത്. IMA ഹാളിലായിരുന്നു പരിപാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി IMA ഹാളിലായിരുന്നു പരിപാടി. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസ് നയിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ നിർവഹിച്ചു. വളരെ സജീവമായി ഇന്ന് സംസ്ഥാനത്തെ വനിതാ ഫോറം കഴിഞ്ഞ 2-3-4 വർഷക്കാലമായി സജീവമായിരിക്കണം. ഈ കാലം തൊട്ട് തന്നെ വളരെ സജീവം. ഇന്നിപ്പോ അതിലുപരി ജില്ലയിൽ തന്നെ വളരെ സജീവമായി വനിതകളോടൊപ്പം നേതൃരംഗത്തേക്ക് പല മണ്ഡലങ്ങളിലും വനിതകൾ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നേതൃസ്ഥാനം ഏറ്റെടുത്ത് സാധാരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് വനിതകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ശില്പശാല, അത് വനിതാ ഫോറത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി. അപ്പോഴാണ് പല വനിതകൾക്കും ഞാൻ മണ്ഡലം പ്രസിഡന്റാണ് ഈ ഇൻഫർമേഷൻ അവരറിയുന്നില്ല. ആ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി, നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി, ജില്ലയിലുള്ള വനിതാ നേതാക്കന്മാർ, ഈ ഭാരവാഹിത്വത്തിൽ പെടാത്ത വനിതാ നേതാക്കന്മാർ, അവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ശില്പശാലയും കഴിഞ്ഞ വർഷം നമ്മൾ നടത്തി. അതിനുശേഷമാണ് അത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ രണ്ടും കൂടി ഇനി ശില്പശാലയിൽ പങ്കെടുക്കേണ്ടത് 51 ജില്ലാ കൗൺസിൽ അംഗങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കും. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇടവരമ്പിൽ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി അരവിന്ദ ഘോഷ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി M സുജയ്, വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം CP അമ്മിണിക്കുട്ടിയമ്മ, ജില്ലാ പ്രസിഡന്റ് വാര്യത്ത് മോഹൻകുമാർ, ജില്ലാ സെക്രട്ടറി N സോമൻപിള്ള, ജില്ലാ ട്രഷറർ E അബ്ദുൽ സലാം എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. PD ചിദംബരൻ, M നസീം BV, G സുന്ദരേശൻ, K ഷാജഹാൻ, AA റഷീദ, R രാധാകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.